എല്ലാവർക്കും MathsAbhi അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണോ നിങ്ങൾ? നിങ്ങൾക്ക് +2 ഫെയിൽ ആവട്ടെ, +1 ഫെയിൽ ആവട്ടെ, ഇനി ഡിഗ്രി ഇല്ല, ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുക മാത്രമല്ല, നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു നോട്ടിഫിക്കേഷൻ PSC 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വർഷം അവസാനത്തോട് കൂടിയിട്ട് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഇനി ഡിഗ്രി ഉള്ളവരാണ്, വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിഗ്രി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ലെവലിലുള്ള പോസ്റ്റിലേക്കൊക്കെ നമുക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യത എന്നല്ല, വളരെ നല്ലൊരു പോസ്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സെക്രട്ടേറിയറ്റ് OA എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഒരു കിടിലൻ ജോബിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നിലവില് നമുക്കിപ്പം SC/ST കാറ്റഗറിയിലെ NCA നോട്ടിഫിക്കേഷൻ റീസെന്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആ നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതായത് ഈ ഒരു പരീക്ഷയുടെ അവസാനത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം 2023 ഓക്കെ. 2023 ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് ഈ ഒരു പരീക്ഷ. അതായത് നമുക്ക് ജില്ലാതല അടിസ്ഥാനമാക്കിയിട്ടുള്ള പരീക്ഷയല്ല. ഇതെങ്ങനെയാണ്, നമുക്ക് സ്റ്റേറ്റ് വൈഡ് ആണ്, ഒട്ടാകെ നടത്തിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഏറ്റവും കൂടുതൽ കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ സെക്രട്ടേറിയറ്റ് OA അത്യാവശ്യം നല്ല രീതിയിലുള്ള വിവിധ ഗവൺമെന്റ് കോർപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിയമനം പെട്ടെന്ന് മൂവ് ചെയ്യുന്ന, അഡ്വൈസ് അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. 2023 ഈ ഒരു പരീക്ഷ വന്നപ്പം ആദ്യം ഒരു പ്രിലിംസ് ഉണ്ടായിരുന്നു. ഘട്ടം ആ പരീക്ഷ പാസ്സായി കഴിഞ്ഞ സെക്കൻഡ് മെയിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു പരീക്ഷ ഇപ്പൊ കഴിഞ്ഞ വർഷം 2023 വിളിച്ചതാണ് പറയുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 3-4 ഫേസ് ആയിട്ടായിരുന്നു പ്രിലിംസും മെയിൻസും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം പ്രിലിംസ് എക്സാം ഡിസംബർ മാസം മുതൽ 2024 ഡിസംബർ മാസം ജനുവരി ഒക്കെ ആയിട്ടാണ് പ്രിലിംസ് നടന്നിട്ടുണ്ടായിരുന്നത്. 2023 നോട്ടിഫിക്കേഷൻ വന്ന് ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആയിരുന്നു. ഏകദേശം 23,000 രൂപ മുതൽ 50,000 രൂപ വരെ ബേസ് പേ സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിലവിൽ ഇപ്പൊ വിളിച്ചിട്ടുള്ളതിനും ഏകദേശം അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ 2026 ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് NCA SC/ST കാർക്കാണ്. ഇനി ജനറൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, PSC റിലീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഡീറ്റെയിൽ നോക്കി കഴിഞ്ഞാല് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റില് കേരള PSC, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ഈ പറഞ്ഞിരിക്കുന്ന ഏരിയയിലേക്കായിരിക്കും നമുക്കിപ്പം ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വിളിക്കാനായിട്ട് പോകുന്നത്. ഇത് SC/ST ആണ്, നമുക്ക് ജനറൽ അല്ല. ജനറൽ ഈ വർഷം അവസാനമാണ് വിളിക്കാൻ പോകുന്നത്. ഏകദേശം ഇതിനോട് സാമ്യമായിരിക്കും. അപ്പോ ഇതിന് പുതിയൊരു ഏജ് ലിമിറ്റ് കഴിഞ്ഞ വർഷം വരെ നമുക്ക് 36 വയസ്സ് വരെ ആയിരുന്നു ജനറൽ കാറ്റഗറിക്ക് പറ്റുന്നത്. ഇപ്പൊ എത്ര ആക്കിയിട്ടുണ്ട്, ഒരു 40 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. അതായത് ജനറൽ കാറ്റഗറിക്ക് 40 വയസ്സ് വരെയും OBC കാറ്റഗറിക്ക് 43 വയസ്സ് വരെയും SC/STക്ക് 45 വയസ്സ് വരെയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷയ്ക്ക് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുള്ളതാണെന്നല്ലേ. കഴിഞ്ഞ വർഷമല്ല, 2023 വിളിച്ചിട്ടുള്ളതായിരുന്നു. അപ്പൊ പ്രിലിംസും മെയിൻസും ഒക്കെ ആയിട്ടായിരുന്നു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം പ്രിലിംസിനും നിയർലി അപ്രോക്സിമേറ്റ്ലി 73, കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, 73 അതുപോലെ 75 ഒക്കെ കട്ട് ഓഫ് മെയിൻസിനും വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് മെയിൻസ്. അതായത് എക്സാം വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ആകുമ്പോൾ എന്താ പ്രത്യേകത, കട്ട് ഓഫ് കൂടും. അതായത് മെയിൻ ആയിട്ട് നമുക്ക് ജനറൽ സ്റ്റഡീസ്, GK, ജനറൽ സയൻസ്, മാത്സ്, ഈ ഒരു ഏരിയാസ് നമുക്ക് അവിടെ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. കറണ്ട് അഫയേഴ്സ്, ഇത്ര ഏരിയാസ് ആണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ലാസ്റ്റ് രീതിയിൽ നിലവില് നമുക്ക് 709 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് വന്നത് 29/8/2025 അപ്പൊ ഈ പരീക്ഷയുടെ കാലാവധി, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് 3 വർഷമാണ്. അതായത് ഓഗസ്റ്റ് 2028 കൂടിയിട്ട് ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ത് ചെയ്യും, ഉടൻ തന്നെ അവസാനിക്കുന്നതാണ്. അപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് ഈ 2028 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ എന്താ, നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് അന്ന് നിലവിൽ വരണ്ടേ. അപ്പൊ ഇതേ ഒരു ക്രൈറ്റീരിയൻ അനുസരിച്ച് 2026 ഡിസംബർ മാസത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വന്ന് 2027 പ്രിലിംസ് മെയിൻസ് എല്ലാം നടത്തി 2028 പുതിയ റാങ്ക് ലിസ്റ്റ് PSCക്ക് റിലീസ് ചെയ്യണം അല്ലെ. അപ്പൊ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിലവില് നമുക്ക് 709 അഡ്വൈസ്
പോയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് കാലാവധി ഇനിയും തീരാൻ കിടക്കുകയാണ് അല്ലെ. ഇപ്പൊ 2026 എത്തിയിട്ടുള്ളൂ, 7-8. അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഇത്ര വർഷം കൊണ്ട് തന്നെ വന്നതിന് ശേഷം അല്ലെ, നമുക്കൊരു വർഷം ആയിട്ടില്ല, അതിനുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ബാക്കി പോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് നിയമനങ്ങൾ പോകുന്ന നല്ലൊരു പോസ്റ്റ് തന്നെയാണ് അല്ലെ. അപ്പം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് ഈ ഒരു പരീക്ഷയുടെ അഡ്വൈസ് പോയിരിക്കുന്നത് 11/6/2026 അല്ലെ. ജൂൺ മാസത്തിൽ തന്നെ ഈ മാസത്തിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഈ വർഷം നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. 10th ലെവലാണ്. പ്രിലിംസിന്റെ സിലബസ് ആവട്ടെ, മെയിൻസിന്റെ സിലബസ് ആവട്ടെ, അത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളൊന്ന് പാറ്റേൺ മനസ്സിലാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷ അനായാസം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ വരാൻ 6 months ഉണ്ട്. അപ്പൊ ഇപ്പോഴേ മുതൽ നിങ്ങൾ കുറേശ്ശെ ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ എന്താ പറ്റുന്നത്, ഈ വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അനായാസം അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ മാത്രമല്ല, നമുക്ക് ഈ വർഷം LDC വരുന്നുണ്ട്, LGS വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് OA വരുന്നുണ്ട്, അതുപോലെ നമുക്ക് ലബോറട്ടറി അറ്റൻഡർ, ഹയർ സെക്കൻഡറി 10th ക്വാളിഫിക്കേഷൻ വർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിന് ഏകദേശം സിലബസ് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻസ് LDC ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. എല്ലാത്തിന്റെ പ്രത്യേകത സെയിം സിലബസ് ആണ്. ഈ സെയിം സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിഫറെന്റ് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെ വലിയൊരു പോസിറ്റീവാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് കുറേശ്ശായിട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പരീക്ഷ അനായാസമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ലോങ് ടേം ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എക്സാം വാലിഡിറ്റി ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് ഉടൻ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ബുക്ക് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.